ഏഴാമത്തെ ഋക്ക് കിതവ സൂക്തത്തിലെ ഈ ഋക്ക് കിതവൻ അനുഭവിക്കുന്ന വേദന എന്താണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അക്ഷാസ ഇദങ്കുശിനോ നിതോദിനോ നികൃത്വാനസ്തപനാസ്താപയിഷ്ണവ കുമാരദേഷ്ണാ ജയത പുനർഹണോ മധ്വാ സംപൃക്താ കിതവസ്യ ബർഹണ. അക്ഷാസ ഇദങ്കുശിനോ നിതോദിനോ നികൃത്വാനസ്തപനാസ്താപയിഷ്ണവ കുമാരദേഷ്ണാ ജയത പുനർഹണോ മധ്വാ സംപൃക്താ കിതവസ്യ ബർഹണ. അപ്പോ ഇവിടെ പദച്ഛേദം അക്ഷാസ ഇത് അങ്കുശിന നിതോദിന നികൃത്വാന തപനാ താപയിഷ്ണവ കുമാരദേഷ്ണാ ജയത പുനഃഹന മധ്വാ സംപൃക്താ കിതവസ്യ ബർഹണ. ഇതാണ് പദച്ഛേദം. അക്ഷാസ ഇത് അങ്കുശിന നിതോദിന നികൃത്വാന തപനാ താപയിഷ്ണവ കുമാരദേഷ്ണാ ജയത പുനഃഹന മധ്വാ സംപൃക്താ കിതവസ്യ ബർഹണ. അപ്പൊ ആദ്യം എന്താണ് വരിക എന്നൊന്ന് നോക്കാം. അക്ഷാസ ഇത് അങ്കുശിന നിതോദിന നികൃത്വാന തപനാ താപയിഷ്ണവ ഭവന്തി എന്നവിടെ ചേർക്കാം. കിഞ്ച ജയത കിതവസ്യ കുമാരദേഷ്ണാ ഭവന്തി, അതും അവിടെ ചേർക്കാം. മധ്വാ സംപൃക്താ ബർഹണ പുനർഹണ ഭവന്തി. അപ്പൊ ഈ ഋക്കില് വളരെ ശോചനീയമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ ആണ് കാണിക്കുന്നത്. ചൂതുകൊണ്ട് മനുഷ്യൻ എത്രയ്ക്ക് ഹീനനായി പോകുന്നു. അക്ഷാസ ഇത് അങ്കുശിന നിതോദിന നികൃത്വാന തപനാ താപയിഷ്ണവ ഭവന്തി. അക്ഷാസ ചൂതിന്റെ കരുക്കൾ അല്ലെ. ഇത് എന്നതിന് ഏവ എന്നാണ് അർത്ഥം. അക്ഷാസ ഇത് അക്ഷാ ഏവ അങ്കുശിന. അങ്കുശം എന്നുള്ള വാക്കിന് തോട്ടി എന്നാണ് അർത്ഥം. അപ്പോ അങ്കുശിന എന്ന് പറഞ്ഞാല് അങ്കുശവന്ത, തോട്ടികളോട് കൂടിയവർ. അപ്പൊ ചൂതിന്റെ കരുക്കൾ തോട്ടികളെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിതോദിന നിതോദിതവന്ത നികൃത്വാന പരാജയേ നികർത്തനശീലാ ഛേത്താരഃ വാ തപനാ പരാജയേ കിതവസ്യ സന്താപകാ താപയിഷ്ണവ സർവസ്യ ഹാരകത്വേന കുടുംബസ്യ സന്താപനശീലാശ്ച ഭവന്തി. അപ്പോ ഈ ചൂതിന്റെ കരുക്കൾ എങ്ങനെയൊക്കെയാണ് ഈ ചൂതുകളിക്കാരനെ വേദനിപ്പിക്കുന്നത്. അത് തോട്ടികളെ പോലെ പിടിച്ചു വലിക്കുന്നു. പരാജയത്തിൽ ഛേത്താക്കളായിട്ട്, അതായത് മുറിച്ചിടുന്നവരായിട്ട് മാറുന്നു. പരാജയത്തിൽ കിതവനെ ദുഃഖിപ്പിക്കുന്നു. എല്ലാം അപഹരിച്ചുകൊണ്ട് കുടുംബത്തെ ദുഃഖിപ്പിക്കുന്നു. ഇപ്രകാരമൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാക്കുന്നത് ഈ കരുക്കളാണ്. പക്ഷേ ജയത കിതവസ്യ,
ജയിക്കുന്ന കിതവനോ കുമാരദേഷ്ണ ധനദാനേന ധാന്യതാം ലഭയന്ത കുമാരാണാം ദാതാരോ ഭവന്തി. അപ്പൊ ജയിക്കുന്ന കിതവന് ധനവും പുത്രന്മാരും ഒക്കെ നൽകുന്നവനായി ഭവിക്കുന്നു. മാത്രവുമല്ല മധ്വാ സംപൃക്ത മധുന സംപൃക്ത മദ്യത്തോടു കൂടി ചേർന്ന് പ്രതികിതവേന ബർഹണ പ്രതികിതവേന പരിവൃദ്ധേന സർവസ്വഹരണേന കിതവസ്യ പുനഃ ഹന്താരോ ഭവന്തി. മദ്യപാനം ചെയ്ത് പ്രതികിതവനാൽ എല്ലാം അപഹരിക്കുന്നവനായിട്ട് കിതവന്റെ ഹന്താക്കളായിട്ട് വീണ്ടും വീണ്ടും കിതവന്റെ ഹന്താക്കളായി ഭവിക്കുന്നു. അപ്പോ ജയിക്കുന്നവന് എല്ലാ സന്തോഷങ്ങളും നൽകുകയും തോൽക്കുന്നവന് എല്ലാ ദുഃഖങ്ങളും നൽകുകയും ചെയ്യുകയാണ് ഈ ചൂതിന്റെ കരുക്കൾ എന്നാണ് ഈ ഋക്കിൽ സൂചിപ്പിക്കുന്നത്. തോട്ടികളെ പോലെ പിടിച്ച് വലിക്കുന്നു. പരാജയത്തിൽ നികർത്തനശീലന്മാരായി മാറുന്നു. അതായത് മുറിച്ച് ഛേത്താക്കളായിട്ട്. കർത്തനം ചെയ്യുക എന്ന് പറഞ്ഞ് മുറിച്ചിടുക എന്നാണ് അർത്ഥം. പരാജയത്തിൽ കിതവനെ വല്ലാണ്ട് ചുട്ട് നീട്ടുന്നു. കിതവനെ മാത്രല്ല കുടുംബത്തെ പോലും ദുഃഖിപ്പിക്കുന്നു. പിന്നെ ജയിക്കുന്ന കിതവനാകട്ടെ ധാരാളം ധനധാന്യ സമൃദ്ധിയും പുത്രന്മാരും കുടുംബവും ഒക്കെ ഉണ്ടാവുന്നു. മാത്രവുമല്ല മദ്യത്തോടു കൂടി ചേർന്ന് മറ്റു കിതവന്മാരുടെ മറ്റു കിതവന്മാരാൽ എല്ലാം അപഹരിക്കുന്നവനായിട്ട് സ്വന്തം അവസ്ഥയെ ഹനിക്കുന്ന കിതവനായി പുനഃ കിതവസ്യ ഹന്താരോ ഭവന്തി. ഈ അക്ഷങ്ങൾ തന്നെ ഹന്താക്കളായിട്ട് ഹനിക്കുന്നവരായിട്ട് തോൽക്കുന്ന കിതവനെ ഹനിക്കുന്നവരായി ഭവിക്കുന്നു എന്നാണ് ഈ ഋക്കില് സൂചിപ്പിക്കുന്നത്. അപ്പൊ ചൂതിന്റെ കരുക്കൾക്കുള്ള ശക്തിയെ ആണ് സൂചിപ്പിക്കുന്നത്. തോൽക്കുന്നവനും ജയിക്കുന്നവനും വിപരീത അനുഭവങ്ങൾ നൽകുന്ന കരുക്കളാണ് ഇവ എന്ന് സൂചിപ്പിക്കുന്നു.